യുഫ ചാമ്പ്യൻസ് ലീഗ് പോരാട്ടമായിരുന്നു ഇന്നലെ. അപ്പോൾ യുഫ ചാമ്പ്യൻസ് ലീഗില് പ്ലേ ഓഫിൽ വിജയിച്ചുകൊണ്ട് PSG, ഗാലറ്റസറായി, അതുപോലെ തന്നെ അറ്റ്ലാന്റ, ന്യൂ കാസ്റ്റിൽ, പിന്നെ റയൽ മാഡ്രിഡ്, ടോട്ടൻഹാം ഹോട്ട്സ്പർഗ്, ബയർ ലെവർക്യൂസൻ അടക്ക ടീമുകളെല്ലാം മറികടന്നു പ്ലേ ഓഫിൽ നിന്ന് വിജയിച്ച് കയറി എന്നുള്ളതാണ്. എന്തായാലും മികച്ച പെർഫോമൻസ് തന്നെയാണ് ഈ ടീമുകളെല്ലാവരും കാഴ്ചവെച്ചത്. അത്ലറ്റിക്കോ മാഡ്രിഡ് അങ്ങനെ തുടങ്ങിയ മിക്ക ടീമുകളും വിജയിച്ച് തന്നെയാണ് വന്നത്. ബ്ലോഡോ ക്ലിമിറ്റ് നെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ആരാധകരെയും എന്നുള്ളത് ഒരു സംശയവുമില്ല. കാരണം എന്ന് വെച്ചാൽ അത്ര മികച്ച പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് UCL. അപ്പം ഇപ്പോൾ ഈ ബ്രാക്കറ്റ് ഏത് റൂട്ടിലേക്കായിരിക്കും പോകുന്നത്, ഏതൊക്കെ ടീമുകളോട് പ്രീ ക്വാർട്ടർ കളിക്കും. പ്ലേ ഓഫ് ഇപ്പോൾ കഴിഞ്ഞല്ലോ. ഇനി പ്രീ ക്വാർട്ടറിൽ ഏതൊക്കെ ടീമുകളുടെ കളിക്കും എന്ന് നമുക്ക് നോക്കാം. ചെൽസി അല്ലെങ്കിൽ ബാഴ്സലോണ ആയിരിക്കും PSG എതിരാളിയായിട്ട് റൗണ്ട് ഓഫ് 16 വരുന്നത്. ചെൽസി അല്ലെങ്കിൽ ബാഴ്സലോണ. എന്തായാലും PSG, ബാഴ്സലോണ, ചെൽസി രണ്ട് വെല്ലുവിളികളുണ്ട് എന്നുള്ളതാണ്. ആ സമയത്ത് ഗാലറ്റസറായിക്ക് വരുന്നത് ലിവർപൂൾ അല്ലെങ്കിൽ ടോട്ടൻഹാം ഹോട്ട്സ്പർഗ്. ഗാലറ്റസറായിക്ക് ഒന്നെങ്കിൽ ലിവർപൂൾ അല്ലെങ്കിൽ ടോട്ടൻഹാം ഹോട്ട്സ്പർഗ് വരും. റയൽ മാഡ്രിഡിന് ഒന്നെങ്കിൽ സിറ്റി അല്ലെങ്കിൽ സ്പോർട്ടിംഗ് CP വരും. അപ്പോൾ നിങ്ങളുടെ കോട്ട് പറഞ്ഞത് സിറ്റി തന്നെ അതിനിറക്കൊന്നും വിടണ്ട, സിറ്റി തന്നെ നമ്മളെതിരാളിയായിട്ട് വരുമെന്നാണ്. കാരണം ഒരുപാട് പോരാട്ടങ്ങൾ കണ്ടുകൊണ്ട് സിറ്റിയും റയൽ മാഡ്രിഡും ഇപ്പം അടുത്ത കാലത്ത് UCL. പിന്നെ അറ്റ്ലാന്റയുടെ എതിരാളിയായിട്ട് വരാൻ സാധ്യതയുള്ളത് ബയൺ മ്യൂണിക്കും ആർസനലും ആയിരിക്കും. അപ്പം ഇത് വെയിറ്റ് ചെയ്യുന്ന മത്സരം PSG എതിരാളി ആരായിട്ട് വരും. ആര് വന്നാലും മികച്ചതാണ്. ഒന്നേ ബാഴ്സലോണ അല്ലെങ്കിൽ ചെൽസി. അപ്പം റയൽ മാഡ്രിഡ്, സിറ്റി അല്ലെങ്കിൽ സ്പോർട്ടിങ് ഇതൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മത്സരമാണ്. ആരൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. പിന്നെ ന്യൂ കാസ്റ്റിലിന് വരാൻ സാധ്യതയുള്ളത് ബാഴ്സലോണ അല്ലെങ്കിൽ ചെൽസിയാണ്. ഇവരാരെയും വരും. നമ്മുടെ അഭിപ്രായം എന്ന് വെച്ചാൽ ന്യൂ കാസ്റ്റിലും ചെൽസി ആയിരിക്കും വരാൻ സാധ്യതയുള്ള നറുക്കിടാനത്ത്. PSG ബാഴ്സലോണയും. പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിന് ലിവർപൂൾ അല്ലെങ്കിൽ ടോട്ടൻഹാം ഹോട്ട്സ്പർഗ്. നമ്മളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡിന് ലിവർപൂൾ വരും എന്നുള്ളതാണ്. ഗാലറ്റസറായിക്ക് ടോട്ടൻഹാം ഹോട്ട്സ്പർഗും വരും. ബ്ലോഡോ ക്ലിമിറ്റന് സ്പോർട്ടിംഗ് CP വരാനാണ് സാധ്യത. നമ്മൾ പ്രതീക്ഷയും അതാണ്, നമ്മൾ പ്രഡിക്ഷനും അതാണ്. റയൽ മാഡ്രിഡിന് വരാൻ സാധ്യതയുള്ളത് സിറ്റി തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ ബയർ ലെവർക്യൂസിന് വരാൻ സാധ്യതയുള്ളത് ബയൺ മ്യൂണിക്ക് ആയിരിക്കും. അവിടെ ഒരു ഡെർബി പോരാട്ടം പ്രതീക്ഷിക്കുന്നു. ആ സമയത്ത് ആർസനലിന് വരാൻ സാധ്യതയുള്ള അറ്റ്ലാന്റ ആയിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷ. എന്തായാലും ഇതാണ് പ്രീ ക്വാർട്ടറിലുള്ള ലിസ്റ്റ്. ഇതിൽ ഏതൊക്കെ ടീമുകൂടെ കളിക്കുമെന്ന് നറുക്കിട്ട് കഴിഞ്ഞിട്ട് തന്നെ തീരുമാനമാവുന്നതായിരിക്കും. എന്തായാലും കിടിലൻ പോരാട്ടങ്ങളായിരിക്കും റൗണ്ട് ഓഫ് 16 കാണാനായിട്ട് പോകുന്നത്.